ആൽഫയും ഒമേഗയുമായവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ബദിരിന് കേൾവി കൊടുത്തവൻ, കൈശോഷിച്ചവനെ സുഖപ്പെടുത്തിയവൻ, കുരുള്ളവരെ നികത്തപ്പെട്ടവൻ ഈ അത്താഴയിലേക്ക് എഴുന്നള്ളി വരുന്നു. മനമുയർത്ത്, സ്വരമുയർത്ത്, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിന്റെ മക്കളെ സമർപ്പിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസം സമർപ്പിക്കട്ടെ. രോഗ ദുരിതങ്ങൾ, മാരക രോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യേശുവേന്ന് വിളിക്കട്ടെ, കരഞ്ഞു വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേന്ന് വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടയ്ക്കുന്നതറിയുന്നു ഞാൻ, നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യനേശ്വരാ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സർവ്വയർത്തി എല്ലാവരും പാടാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥതയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങള്, ഓരോ നിയോഗങ്ങള് എണ്ണി കർത്താവിന് സമർപ്പിക്കട്ടെ. ഇത് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ആരാധനയാണ്, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന ആരാധനയാണ്. ദൈവം തന്റെ മഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളിയിരിക്കുകയാണ്. സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, ഞങ്ങളും നിന്മക്കളല്ലോ, കരങ്ങൾ ഉയർത്തി പാടുക. കളിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം കളിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ,
ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം ദൈവത്തിന്റെ ശക്തി സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണം. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഇവിടെ നിയോഗം പ്രാർത്ഥന ആവശ്യം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഭക്തിപൂർവം സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്യുന്നവര്, എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. അമ്മയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ സന്തോഷിക്കുമ്പോൾ സന്തോഷം എന്തിൻ്റെ ഫലമാണ്? വിശ്വാസത്തിൻ്റെ ഫലമാണ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിനറിയാം എൻ്റെ മകൻ പ്രത്യാശയുള്ളവളാണ്, അല്ലേ? അതാണ്. നമുക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാകും, ചിലപ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാകും. കടമായാലും ക്യാൻസറായാലും കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നും കർത്താവിൻ്റെ മുകളിലല്ലെന്ന്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ഞങ്ങൾ നിന്മക്കളല്ലേ. കടങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേൻ. ഒന്ന് പറഞ്ഞേ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവേൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവേൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്.
ഇതാണ് ഈശോയെക്കുറിച്ചുള്ള, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. എന്താണ്? എപ്പോഴും എന്തുകൊണ്ടാണ് എപ്പോഴും? നോക്കിക്കേ, ഇതാണ് കർത്താവിൻ്റെ വചനം. ഈ ഒരു പുസ്തകമാണ് മനുഷ്യരാശിയോട് പറയണത്, നിൻ്റെ അച്ഛൻ ചത്താലും സന്തോഷത്തോടെ ഇരിക്കണമെന്ന്, നിൻ്റെ അമ്മ രോഗിയായി കിടന്നാലും സന്തോഷത്തോടെ ഇരിക്കണം. കാര്യം എന്താണ്? എപ്പോഴും. ഇപ്പം നമുക്കറിയാം, വചനവേദ 1 തെസ്സലോനിക്ക ലേഖനമാണ്, പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനമാണ്. 1 തെസ്സലോനിക്ക 5, 16, 17, 18, 19. 1 തെസ്സലോനിക്ക. ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ഈ വചനത്തിൽ ഇപ്പോഴേ ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താണ് ടീച്ചർ സാക്ഷ്യം പറഞ്ഞത്? അച്ഛൻ്റെ വാക്കിൽ ടീച്ചർ വിശ്വസിച്ചു. മകൻ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് അവൻ ശരിയാവണില്ല, ഒരിടത്തും നിൽക്കണില്ല, വേരുറക്കണില്ല, എല്ലായിടത്തും കുറ്റിയും പറിച്ച് പോരുക. അപ്പോഴും ഈശോ എന്നാ പറയണത്? അവൻ നിനക്ക് നഷ്ടപ്പെടുത്തിയില്ല. അത് ഒരു അഭിഷേക വചനമാണ്. അത് അവൻ്റെ തലയിൽ കൈവെക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനമാണ്. അല്ല, എൻ്റെ വാക്കല്ലല്ലോ അത്. ഞാനത് ആരല്ല പറയണത്? കർത്താവിലാണ് പറയണത്. കർത്താവിൽ പറയുമ്പോൾ ആ വാക്ക് ആരുടേതാകും? കർത്താവിൻ്റെ വാക്കായി മാറും. കാര്യം വിശ്വാസം എല്ലാ വാക്കുകളെയും ദൈവത്തിൻ്റെ വാക്കുകളാക്കി മാറ്റും. കാര്യം എന്താ? വിശ്വസിക്കുന്നത് കർത്താവിലായത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇപ്പോൾ വേറൊരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ? അല്ല, വേറെ അതും ടീച്ചറായിരുന്നു സാക്ഷ്യം പറഞ്ഞു. ഇന്ന് ടീച്ചർമാരുടെ സാക്ഷ്യം ആണ് കൂടുതൽ വന്നത്. യമുന ടീച്ചർ ചാലക്കുടിയിൽ നിന്ന് അല്ലേ? അവരെന്നാ പറഞ്ഞ അവസാനം? ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ല അല്ലേ? അത് ആ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ല. ഞാൻ സിസ്റ്റർ ടീച്ചറിനെ ഞാൻ ഇപ്പം യൂട്യൂബിലാണ് കണ്ടത്, ആളെ നേരെ എനിക്കറിയത്തില്ല. പക്ഷെ അവർ പറഞ്ഞ അവസാനം പറഞ്ഞ വാക്കുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ടി വേറൊരു ടീച്ചറാണ് ഉടമ്പടി ചെയ്തത്. അവരാണ് എനിക്ക് പത്രവും തന്നത്. എൻ്റെ ആങ്ങളയുടെ അസുഖത്തിന്, ക്യാൻസറിന് എണ്ണയും തൊട്ട് തന്നത് അല്ലേ? ക്യാൻസർ മുഴയായി, അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷനായി, അത് ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് മുറിവ് കരിഞ്ഞില്ല. പക്ഷേ ആ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് മുറിവ് കരിയത്തില്ല, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മുറിവ് ക്യാൻസറാണ്, മുറിവ് കരിയത്തില്ല. പക്ഷേ നിങ്ങളുടെ മുറിവ് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? കർത്താവ് അതെടുത്ത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസറും കർത്താവിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നമ്മൾക്കറിയാം ക്യാൻസർ കർത്താവിൻ്റെ കീഴിലാണ്, കടങ്ങൾ കർത്താവിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. എന്താ കാര്യം? അങ്ങനെ സന്തോഷമിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്, ഇല്ലേ? നമുക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പം നമുക്ക് 5 ലക്ഷം രൂപ കടമുണ്ട്. അപ്പോൾ നമ്മുടെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ നിനക്ക് 6 ലക്ഷം തന്നോളാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. എന്താ കാര്യം? ആങ്ങളുടെ വാക്കിൽ ഇപ്പം നമുക്ക് 5 ലക്ഷം രൂപ കടമുണ്ട്. അപ്പോൾ ആങ്ങളെ നമ്മളെ വിളിച്ച് പറഞ്ഞു, എടി ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്, അപ്പോൾ നിനക്ക് 6 ലക്ഷം തന്നോളാമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. എന്താ കാര്യം? ആങ്ങളുടെ വാക്കിൽ നമുക്ക് വിശ്വാസമുണ്ട്. വാക്കിലുള്ള വിശ്വാസമാണ് നമ്മൾക്ക് സന്തോഷമുണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കുന്നില്ല. വിശ്വാസമാണ് സന്തോഷം, വിശ്വാസമാണ് പ്രത്യാശ. അതുകൊണ്ട് വചനം പറയും എപ്പോഴും വിശ്വസിക്കണം. കാരണം എന്താണ്? എപ്പോഴും നിങ്ങൾ സന്തോഷമായിരിക്കാൻ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. കൈ അടിച്ച് കർത്താവാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. അത് ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണത്. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ,
എൻ്റെ പേര് ഷൈനി. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK-ലാണ്. ഇത് എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് 4ാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ആദ്യമേ തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ നിൽക്കുന്നത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഞാൻ UK-യിൽ ബാൻഡ് 3 കെയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെങ്കിൽ എനിക്ക് OSCE CBT എന്ന 2 എക്സാംസ് പാസ്സാകാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം 49 വയസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, എന്നെക്കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എങ്ങനെ ഇത് പഠിച്ച് പാസ്സാകുമെന്നൊക്കെ. അപ്പോൾ ഞാൻ CBT എഴുതി. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ ഫെയിലായി. വീണ്ടും ഞാൻ പ്രാർത്ഥനയോട് തന്നെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 68 മാർക്ക് വേണം ജയിക്കാനായിട്ട്. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി, ഉപ്പും അഭിഷേക തൈലമൊക്കെ എൻ്റെ നെറ്റിയിൽ പുരട്ടിയാണ് ഞാൻ പോയത്. ആരും ചവിട്ടാത്ത സ്ഥലത്ത് സെൻറ്ററിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഒരു ശകലം ഉപ്പ് ഞാൻ കരുതിയിരുന്നു. ഞാൻ കമ്പ്യൂട്ടറിലും ഒക്കെ ഞാൻ ആ ഉപ്പ് കൊണ്ട് ചെറുതായിട്ട് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഒരു 10-20 ക്വസ്റ്റ്യൻ ആയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ടഫ് ക്വസ്റ്റ്യന്. ഞാൻ ഓർത്ത്, മാതാവേ, ഇപ്രാവശ്യവും ഞാൻ തോറ്റുപോകുമോ? 3 ചാൻസേ ഉള്ളല്ലോ, നാണക്കേടാവുമല്ലോ, എന്ത് ചെയ്യണമെന്നൊക്കെ ഓർത്ത് ഞാൻ ആകെ വിഷമിച്ചു. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുകൊണ്ട് ഞാൻ ആ കാശുരൂപത്തെ പിടിച്ച് മുറുക്കെ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിനൊരു 30-35 ക്വസ്റ്റ്യൻ ആയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ഓരോന്നും ആൻസർ മാതാവ് ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കുന്നത് പോലെ ഞാൻ അതനുസരിച്ച് ആ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. 100 ക്വസ്റ്റ്യനും കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു, പാസ്സാകുമോ എന്ന്. ഞാനപ്പോൾ സമയത്തെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ റിസൾട്ട് വന്ന്. അപ്പം ഞാൻ പാസ്സായെന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, CBT-യെക്കാളും 10 ഇരട്ടി ബുദ്ധിമുട്ടാണ് OSCE എന്ന് പറഞ്ഞ എക്സാം. എല്ലാവർക്കും അറിയാം, OSCE 10 സ്റ്റേഷനാണ് ഉള്ളത്. അതിനകത്ത് ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ഭയങ്കര ടഫാണ്. എനിക്ക് പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. പഠിപ്പിക്കുന്ന മാഡമാണ് തന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതെന്തൊരു കളിയാവൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, ഇങ്ങനെയൊന്നും പോയാൽ ശരിയാകത്തില്ല, പാസ്സാകത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാം നല്ല മിടുക്കരായിട്ട് നന്നായിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങി, നല്ലപോലെ പറയാനൊക്കെ തുടങ്ങി. ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, മുക്കി മൂളി ഇരിക്കുന്നു. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വചനം വന്നു, സങ്കീർത്തനം 61:2, എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടെ നിന്ന് എന്നെ കയറ്റി നിർത്തി. അപ്പോൾ ഞാൻ നടക്കുമ്പോഴും ഒഴുക്കുമ്പോഴെല്ലാം ഈ വചനം പറയുമായിരുന്നു, അമ്മ, എനിക്ക് അപ്രാപ്യമാണ് ഈ പാറ. ഈ OSCE എന്ന് പറഞ്ഞ എക്സാം എന്നെ സംബന്ധിച്ച് ഒരു പാറ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറ്റാത്ത ഈ പാറയിൽ അമ്മ തന്നെ എന്നെ കയറ്റി നിർത്തിയാലേ ഞാനിതേ കയറി നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ വചനം ഞാൻ എപ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഞാൻ ഈ വചനം പറയുമായിരുന്നു, എനിക്ക് അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തണേ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ദിവസവും മുട്ടേ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ, ഉടമ്പടി കൈപ്പുസ്തകൻ്റെ കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം മാതാവിന് എനിക്ക് വലിയ ധൈര്യം തരാൻ തുടങ്ങി. നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് പറ്റുമെന്നുള്ളൊരു വലിയ ബോധ്യം തന്നു. അങ്ങനെ ഞാനിത് എക്സാമിന് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിൽ അമ്മ ധൈര്യം തരാൻ തുടങ്ങി, നിന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത്. അങ്ങനെ പഠിച്ചു. എക്സാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം മാതാവെ, ആദ്യത്തെ തവണ പാസ്സായിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പം ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ എക്സാമിനറെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഉടമ്പടി ഉപ്പ് കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി സെൻറ്ററിൽ ഞാൻ കയറുന്ന എക്സാം ഹോളിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേടിയായിരുന്നു, കാരണം ഇത് ടൈം ഭയങ്കര
ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മളിത് പറഞ്ഞ് ചെയ്തു തീർക്കണമെന്നായിരുന്നു. ഓരോ പ്രൊസീജിയറും നമുക്ക് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർത്തെങ്കിൽ ടൈം ഔട്ടായി പോവും. അപ്പോൾ തന്നെ നമ്മൾ ഫെയിലായി പോവും. അപ്പോൾ ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റണേ എന്നൊക്കെ. അപ്പോൾ വെപ്രാളം പിടിച്ച് ഞാൻ പേടിച്ചാണ് എല്ലാം സ്പീഡ് ചെയ്യാൻ തുടങ്ങി. മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചു. ലാസ്റ്റ് വന്നപ്പോഴത്തേനും 2 സ്റ്റേഷനും എനിക്ക് നല്ല പ്രയാസം തോന്നി. എന്നിരുന്നാൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരുമാതിരി എന്തൊക്കെയോ കാണിച്ചു വെച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കരയുമായിരുന്നു. എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം. ഞാനത് പാസ്സാകത്തില്ല തന്നെ. അന്നേരം എനിക്ക് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള വിചാരമായി. റിസൾട്ട് പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോഴത്തേനും 8 സ്റ്റേഷൻ എനിക്ക് പാസ്സായി, 2 സ്റ്റേഷൻ എനിക്ക് ഫെയിലായി. ആ 2 സ്റ്റേഷൻ എന്ന് പറയുന്നത് 2 സൈലൻറ്റ് സ്റ്റേഷനാണ് പോയത്. അതായത് അമ്മ മാതാവ് എന്നെ പൊള്ളലേൽക്കാതെ സഹായിച്ചെന്ന് വേണം പറയാം. എനിക്ക് പിന്നെ എക്സാമിനറോട് നേരിട്ടൊന്നും പറയണ്ട, ജസ്റ്റ് പേപ്പറിനകത്ത് എഴുതി വെച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്ത് 2 സ്റ്റേഷനും കൂടെ എഴുതി. ആ സമയത്തൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരു സ്റ്റേഷൻ ഫെയിലായാൽ തന്നെ ആദ്യം വീണ്ടും നമ്മൾ മൊത്തം 10 എഴുതേണ്ടി വരണമെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച്, മാതാവേ ഞാൻ 2 സ്റ്റേഷൻ ഫെയിലായല്ലോ, ഇനി ഞാൻ 10 വീണ്ടും എഴുതണമെന്ന്. പിന്നെ NMC റൂളൊന്നും മാറ്റിയില്ല, ആ 2 സ്റ്റേഷൻ മാത്രം എഴുതി. അങ്ങനെ എന്നെ മാതാവ് ഈ എക്സാം എനിക്ക് പാസ്സാക്കി തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ID ചെക്കാണ്. ഇപ്പം നമ്മൾ ഈ എക്സാം പാസ്സായി കഴിയുമ്പോഴത്തേനും NMC രജിസ്ട്രേഷൻ, നമ്മുടെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, PCC അങ്ങനെയെല്ലാം നമ്മൾ ID ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ID ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചെല്ലണം. അവിടുത്തെ അവർ അപ്പോയിൻമെൻറ്റ് തരുന്നതനുസരിച്ച് വേണം നമ്മൾ ചെല്ലാനായിട്ട്. എനിക്ക് NMC അപ്പോയിൻമെൻറ്റ് തന്നത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, ഞാൻ UK ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് നോർത്താംബ്രിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവർ അപ്പോയിൻമെൻറ്റ് തന്നത്. അത് ഭയങ്കര ദൂരമാണ്, 7 മണിക്കൂറോളം എനിക്ക് യാത്ര ചെയ്യണം. തന്നെയുമല്ല അത് ജനുവരി മാസത്തിലായിരുന്നു. ജനുവരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഭയങ്കര തണുപ്പിൻ്റെ സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം എങ്ങനെ ഈ തണുപ്പത്ത് പോകും, എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇത്രയും ദൂരം പോകാനായിട്ട്, അമ്മ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ NMCക്ക് ഒരു മെയിലിട്ട്, എനിക്ക് ഇങ്ങനെയാണ് ഞാൻ മെയിലിട്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, ഇത്രയും ദൂരം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത സെൻറ്റർ എനിക്ക് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യാനിട്ടു NMCക്ക്. പക്ഷേ സാധാരണ NMCക്ക് നമ്മളൊരു മെയിലിട്ടാൽ അവരൊരു വർക്കിംഗ് ഡേയ്സ് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് റിപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഈ മെയിലിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പിറ്റേ ദിവസം പള്ളിയിൽ പോയി പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഇന്ന് 2:30 മുമ്പായിട്ട് എനിക്കിതിനൊരു മറുപടി കിട്ടണം. മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്ന കൂടെ ഈ കാര്യങ്ങൾ പ്രത്യേകം സാക്ഷ്യപ്പെടുത്തിയേക്കാവേ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ 2 മണിയായപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് രാവിലെ 10 മണിക്ക് തന്നെ മെയിൽ വന്ന് കിടക്കുകയാണ്. ഞാൻ ചോദിച്ച അതേ സെൻറ്റർ തന്നെ NMC എനിക്ക് ഞാൻ ചോദിച്ച ഡേറ്റിൽ തന്നെ ജനുവരി 17 വേണമെന്നാണ് ഞാൻ അവർക്ക് മെയിലിട്ട്. അതേ ഡേറ്റ് തന്നെ അവരെനിക്ക് ഡേറ്റ് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സെയിം എനിക്ക് റിപ്ലൈ തന്നിരിക്കുകയാണ്. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എൻ്റെ ഈ 2024 ക്രിസ്മസിൻ്റെ സമയത്ത് ഡിസംബർ 24-ാം തീയതി ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം ഡ്രസ്സ് ചെയ്ത് പള്ളിയിൽ പോകാനുള്ള ധൃതിക്ക് ഞാൻ എൻ്റെ പെട്ടിയിൽ നിന്ന് എൻ്റെ കമ്മൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കമ്മൽ താഴോട്ട് പോയി. അപ്പോൾ പള്ളിയിൽ പോകാനുള്ള ധൃതിക്ക് ഞാൻ പിന്നെ തപ്പാൻ സമയം കിട്ടിയില്ല. ഞാൻ വേഗം പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ കമ്മൽ നോക്കിയിട്ടും കാണുന്നില്ല. ഞാൻ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കി, എൻ്റെ കൂട്ടുകാരെ കൊണ്ട് നോക്കിപ്പിച്ചു. ഞാൻ പലതവണ അടിച്ചു വാരി നോക്കി, കൈ കൊണ്ട് തപ്പി നോക്കി, എന്നിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു രക്ഷയില്ല. കിട്ടാതെ വന്നപ്പോൾ ഞാനിത് ഉപേക്ഷിച്ചു. കുറേ നാളായിട്ടും കിട്ടില്ല. അപ്പോൾ 1 മാസമൊക്കെ ആകാറായപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന്, രൂപത്തിൻ്റെ അടുത്ത് നിന്ന് എന്ന് ഞാൻ പറയും, അമ്മ എൻ്റെ കമ്മൽ കാണാതെ പോയില്ലോ, ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ, അമ്മയ്ക്ക് അറിയാം, അമ്മ എവിടെയാണ് സഞ്ചാരി, മാതാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ കമ്മൽ കിട്ടുവാണെങ്കിൽ അമ്മയെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിക്കാമെന്ന് പ്രാർത്ഥിച്ചു. ഞാനത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കീഴിൽ തന്നെ ഈ കമ്മൽ കിടക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ അത് എവിടെ നിന്ന് വന്നതാണെന്ന്. മുളച്ച് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്ഥലത്ത് അങ്ങനെ ഞാൻ പല പ്രാവശ്യം നോക്കി, വേറെ പലരെ കൊണ്ട് നോക്കിച്ചിട്ട് കിട്ടാത്ത സാധനം എവിടെ നിന്ന് വന്നത് അമ്മ തന്നെ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം
ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തൊരു നിയോഗം വെച്ചായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടി ചെയ്യാൻ പോകുമ്പോഴത്തേനും മാതാവ് എനിക്കൊരു നല്ല വാർഡ് മാനേജറെ വേണം, ഒരു ഇംഗ്ലീഷുകാരനൊരു മെയിലായിട്ടുള്ള ഒരാളെ വേണം, നല്ല ഒരു കൈൻഡായിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടിയിൽ ഞാൻ 3ാമതായിട്ട് നിയോഗം വെച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ എൻ്റെ വാർഡിലെ മാനേജർ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു വ്യക്തിയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാം, നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനാണ് എൻ്റെ വാർഡ് മാനേജർ. അങ്ങനെ ഒരു മാനേജർ തന്ന അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇടത്തെ കൈയുടെ മുട്ടിന് വല്ലാത്ത വേദനയായിരുന്നു. അത് ഞാൻ പേഷ്യൻ്റെയൊക്കെ നമ്മൾ എടുക്കുകയും പൊക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു ദിവസം എനിക്ക് ഭയങ്കര അതിശക്തമായ വേദന. കടയിൽ പോയാൽ സാധനങ്ങളൊന്നും എനിക്ക് ഇടത് കൈകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ മേല, ഈവൻ 1 കിലോ വെയിറ്റ് പോലും എൻ്റെ കൈ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ മേല. അപ്പം ഞാൻ എല്ലാം വെയിറ്റൊക്കെ ഞാൻ വലത് കൈകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ വലത് കൈകൊണ്ട് എടുത്തെടുത്ത് എനിക്ക് വലത് കൈ വേദനയായി തുടങ്ങി. അപ്പം ഞാൻ എന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഈ ഇടത്തെ കൈയുടെ മുട്ട ഞാൻ തൂത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-2 മാസം 3-4 മാസത്തോളം ഞാനിങ്ങനെ കൈയുടെ വേദന മാറുന്നില്ല. പക്ഷെ ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് തേച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈയുടെ മുട്ടിന് വേദനയില്ല. അപ്പം ഞാൻ ഓർത്ത്, എനിക്ക് കൈക്ക് മുട്ടിനിങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നതാണല്ലോ, ഈ വേദന എപ്പോൾ മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ കൈമുട്ട് വേദന മാറ്റുന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഉടമ്പടിയിൽ വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ഭൗതികമായ എല്ലാ കാര്യങ്ങളെക്കാളുപരി എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ 2019 ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് 2019 ഒക്ടോബർ 11 തൊട്ട് എല്ലാ ദിവസവും ഞാൻ 4 ജപമാല വെച്ച് ചെല്ലുന്നുണ്ട്. അത് എനിക്കിതുവരെ ഇന്ന് വരെ എനിക്ക് മുടങ്ങിയിട്ടില്ല. അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ ആണെങ്കിലും ഞാൻ മാക്സിമം എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പള്ളിയിൽ പോകാനും കുമ്പസാരിക്കുവാനും ഒക്കെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വരുമോ, എൻ്റെ എന്തെങ്കിലും പാപം എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ, ഒരു പോരായ്മ വന്നാൽ, അപ്പോഴത്തെ എൻ്റെ മനസ്സിൽ ഈശോ പറയും, നിൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായി, നിൻ്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മ ഉണ്ടായി എന്ന് പറയുമ്പം തന്നെ അപ്പോൾ തന്നെ ഞാൻ മനസ്താപപ്രകരണം ചെല്ലും. മനസ്താപപ്രകരണം ചൊല്ലിയിട്ട് ഞാൻ ഈശോയുടെ മാപ്പ് പറഞ്ഞ് ഞാൻ അനുരഞ്ജനപ്പെടും. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു സമാധാനം കിട്ടാൻ തുടങ്ങും. അതൊക്കെ അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങളെല്ലാം ഈ ഉടമ്പടി വഴി എനിക്ക് ലഭിക്കാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ പത്രം ഞാനിവിടെ വരുമ്പോൾ ഈ 1 വർഷം ഞാൻ കൂടി വരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് വരുമ്പോൾ എല്ലാം 1 വർഷത്തേക്കുള്ള 10 കെട്ട് പത്രം അങ്ങനെ വാങ്ങിച്ച് എല്ലാവർക്കും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ പൊതിച്ചോറ് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ സാലറിയുടെ ദശാംശമായിട്ട് ഞാൻ 2 കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത്രയുമാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്തു തന്ന് എനിക്ക് എന്തിനും ഏതിനും എനിക്ക് വലിയ സമാധാനമാണ്. ആരില്ല, എനിക്ക് വലിയ സംരക്ഷണമാണ്. ഞാൻ ഈ ഉടമ്പടിക്ക് ആശ്രയം ധരിച്ചുകൊണ്ട് എനിക്ക് നടക്കുന്നത് കൊണ്ട് വലിയ സംരക്ഷണമാണ്. അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാറുണ്ട്. ഒരു തവണ എൻ്റെ കയ്യിൽ കുക്കർ പൊട്ടിത്തെറിച്ചതാണ്. ആ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ചൂടുവെള്ളമൊക്കെ തെറിച്ച് പോയതാണ്. ഒരു തരി വെള്ളം പോലും എൻ്റെ കയ്യിൽ വീണില്ല. എനിക്ക് ഒട്ടും പേടിയും തോന്നിയിട്ടില്ല. അമ്മ മാതാവിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല ധൈര്യം ലഭിച്ചു. ഒട്ടും പേടിക്കാതെ എനിക്കൊരു അപകടവും പറ്റിയിട്ടില്ല. അതിനെല്ലാം അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്തിനും ഏതിനും എനിക്ക് ഒരു അമ്മയുണ്ടല്ലോ, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കയ്യെത്തും ദൂരത്തൊരു അമ്മയുണ്ടല്ലോ എന്നൊരു ധൈര്യം, എനിക്ക് വല്ലാത്തൊരു ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ അമ്മ എനിക്ക് തരുന്നത്. അതിനെല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വളരെ ആർദ്രതയോടും കരുണയോടൊക്കെ മറ്റുള്ളവരോട് പെരുമാറി എന്തെങ്കിലും ഒരു വന്നാൽ തന്നെ ഞാൻ അപ്പം തന്നെ അവരൊരു മാപ്പ് പറയാൻ തുടങ്ങി. അതിനൊക്കെയുള്ള വലിയ കൃപ ഈശോയും അമ്മ എനിക്ക് തരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ തുടർന്ന എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു.